ലിജോ, എന്താണ് കൂടുതൽ വിവരങ്ങളുള്ളത്? ഏതെങ്കിലും ഭാഗത്ത് നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? ഇവരെ തുടരാൻ തന്നെയാണോ പദ്ധതി? ഏതായാലും ആ തരത്തിൽ തന്നെ വീണ്ടും ഇത്തരത്തിലൊരു പ്രകോപനം തുടരാൻ തന്നെ പാകിസ്ഥാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് പത്താൻകോട്ട് മേഖലയിലും എക്സ്പ്ലോഷൻസ് ഉണ്ടായി. അതായത് നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് പലയിടത്തും ഡ്രോണുകൾ ഇത്തരത്തിൽ വെടിവെച്ചിടുകയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്ഫോടനം അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ആളുകളോട് പറയുന്നത് എല്ലാവരും വീടുകൾക്കുള്ളിൽ തന്നെ കഴിയണം, ആരും പുറത്തേക്ക് ഇറങ്ങരുത്, റോഡുകളിൽ സഞ്ചരിക്കരുത് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ പലയിടത്തും ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള സൈറൺ മുഴങ്ങുക, അതോടൊപ്പം തന്നെ സ്ഫോടന ശബ്ദം കേൾക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാവരും സുരക്ഷിതരായി വീടുകൾക്കുള്ളിൽ തന്നെ കഴിയണം എന്നുള്ള നിർദ്ദേശം ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ നൽകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജമ്മുവിൽ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറി ശബ്ദം കേൾക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നു. ശ്രീനഗറിൽ പൂർണ്ണമായും ബ്ലാക്കൌട്ടാണ് എന്ന വാർത്തകൾ വരുന്നു. അവിടെ സൈറൺ മുഴങ്ങുന്നു എന്നുള്ളതാണ്. അതായത് ഒരു സിഗ്നൽ എന്ന നിലയ്ക്ക് തന്നെ ഇരുട്ടിലേക്ക് പോകേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ശ്രീനഗറിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഇപ്പോൾ രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ നേരത്തെ തന്നെ ബ്ലാക്കൌട്ട് പ്രഖ്യാപിച്ചതാണ്. അവിടെ ഇപ്പോഴും ബ്ലാക്കൌട്ട് എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സാംബ സെക്ടറിൽ ഇപ്പോൾ ഡ്രോണുകൾ ആക്രമിക്കാൻ എത്തുകയും അതിനെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഉറി സെക്ടറിൽ വലിയ തോതിലുള്ള വെടിവെപ്പ് നടക്കുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ ഡ്രോൺ ആക്രമണവും അതോടൊപ്പം തന്നെ സമാനമായി തന്നെ പല മേഖലകളിൽ, പ്രത്യേകിച്ച് ജമ്മു ആൻഡ് കാശ്മീരിന്റെ പല സെക്ടറുകളിൽ, പൂഞ്ച്, ഉറി, സാംബ സെക്ടറുകളിലൊക്കെ ഈ തരത്തിലുള്ള ഒരു വെടിവെപ്പ് ആ തരത്തിൽ ഒരു വലിയ തോതിൽ ജനവാസ മേഖലയ്ക്ക് കേന്ദ്രീകരിച്ചുള്ള അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണം ഇപ്പോൾ ഏതായാലും പാകിസ്ഥാന്റെ ഭാഗത്ത് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു കുറെ കൂടി പ്രകോപനം ഇന്നും ഉണ്ടാക്കുക എന്ന് തന്നെയാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഡ്രോണുകളും ഉള്ളതിനെ പൂർണ്ണമായും, അതായത് ഇന്നലെ പോലെ തന്നെ നിരവധി ഡ്രോണുകൾ ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് അയക്കുന്ന ഒരു സാഹചര്യം ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതിനെ പൂർണ്ണമായും തകർക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ പലയിടത്തും വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഒരു വലിയ തോതിൽ പ്രകോപനം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ വെടിവെപ്പ് നടത്തുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരിച്ചടി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്നലത്തേക്ക് സമാനമായി തന്നെ ഇന്നും അത്തരത്തിലൊരു വെടിവെപ്പിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാക് ഡ്രോണുകൾ നിലവിൽ നിർവീര്യമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ സൈന്യം. ഇനിയും ഡ്രോണുകൾ എത്താനോ അല്ലെങ്കിൽ മിസൈലുകൾ എത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അത് ആകാശത്ത് വെച്ച് തന്നെ, അതായത് പാകിസ്ഥാന്റെ ആകാശ വലയത്തിൽ തന്നെ നിർത്തിക്കൊണ്ട് അതിനെ ആക്രമിക്കുന്ന തരത്തിലേക്ക് ഇന്നും കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ബുധനാഴ്ച ഇന്ത്യ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടി നൽകുന്നതുവരെ ഇന്ത്യയുമായുള്ള സംഘർഷത്തിന് അയവ് വരില്ല എന്നാണ് പാകിസ്ഥാൻ സൈന്യം ഇന്ന് നേരത്തെ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ആക്രമണത്തിന്റെ ഒരു പ്രത്യാക്രമണം എന്ന നിലയ്ക്കാണ് അവർ ഇതിനെ കണക്കാക്കുന്നതും തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുന്നതും. ഇപ്പോൾ പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന തുർക്കി നിർമ്മിത ഡ്രോണുകളാണ് ഈ ഇന്ത്യയുടെ അതിർത്തി കടന്നു വരുന്നത്. തുർക്കി നേരത്തെ തന്നെ പാകിസ്ഥാന് സമ്പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ഈ സംഘർഷത്തിൽ. തുർക്കി നേരത്തെയും പാകിസ്ഥാന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രമാണ്. അവിടെ സോങ്കർ മോഡൽ ഡ്രോണുകളാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. തുർക്കി നിർമ്മിത സോങ്കർ മോഡൽ ഡ്രോണുകൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്കാറ ആസ്ഥാനമായ അസിസ്ഗാഡ് തുർക്കിയെ എന്ന കമ്പനി ആഭ്യന്തരമായി വികസിപ്പിച്ചെടുത്ത ഡ്രോണുകളാണ് ഇവ. ഇത് ഏതാണ്ട് 10 കിലോമീറ്റർ, അതായത് 6.5 മൈൽ വരെ ദൂരത്തിൽ ഇത് വിക്ഷേപിക്കുന്നിടത്ത് നിന്ന് പറക്കാൻ കഴിയും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മെഷീൻ ഗണ്ണുകളും മോർട്ടാറുകളും ഗ്രനേഡ് ലോഞ്ചറുകളും ഇവയിൽ സജ്ജീകരിക്കാനാവും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ നിലയ്ക്ക് അങ്ങനെ സൈനികമായി ആക്രമണം നടത്താൻ ശേഷിയുള്ള, സ്ഫോടനങ്ങൾ നടത്താൻ ശേഷിയുള്ള ഡ്രോണുകൾ, അതോടൊപ്പം തന്നെ നിരീക്ഷണത്തിന് വേണ്ട ഡ്രോണുകൾ, ഇവയെല്ലാമാണ് ഇന്ത്യൻ അതിർത്തി കടന്നിവിടേക്ക് എത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൈന്യം ഇന്ന് വിശദീകരിച്ചതും ആ നിലയ്ക്കായിരുന്നു. ഇപ്പോൾ അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ ആണ് എന്ന് നമ്മൾ കരുതുന്നില്ല. ഒരുപക്ഷെ ദൃശ്യങ്ങൾ മുമ്പേ ലഭ്യമായതാവാം, അത് നമുക്ക് ഇപ്പോൾ ANI ഫീഡ് നൽകുന്നതുമാവാം. ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോവാം.
ഇന്ത്യയുമായുള്ള സംഘർഷം കുറയ്ക്കില്ല എന്നാണ് പാകിസ്ഥാന്റെ സൈനിക വക്താവ് ഇന്ന് പറഞ്ഞത്. അല്പം മുമ്പ് പറഞ്ഞത് അഹമ്മദ് ഷെരീഫ് ചൗധരി ഞങ്ങൾ തീവ്രത കുറയ്ക്കില്ല എന്ന നിലപാട് തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്ത്യ പാകിസ്ഥാനിൽ വരുത്തിയ നാശനഷ്ടങ്ങൾ കണക്കിലെടുത്ത് അതിനനുസരിച്ചുള്ള തിരിച്ചടി ഇന്ത്യ നേരിടുന്നതുവരെ പാകിസ്ഥാൻ ആക്രമണം തുടരും എന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും തുടർച്ചയായ ആക്രമണങ്ങൾക്കാണ് അവർ തയ്യാറെടുക്കുന്നത്. ആ നിലയ്ക്ക് തന്നെയാണ് തുടരുന്നത്. പക്ഷേ വലിയൊരു യുദ്ധത്തിലേക്കൊന്നും പോകാൻ തക്കവണ്ണമുള്ള ഒരു ആക്രമണമല്ല ഈ നടക്കുന്നത് എന്നതും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഡ്രോണുകളെ കൃത്യമായി നിയന്ത്രിക്കാനോ വെടിവെച്ചിടുന്നതിനോ ഒക്കെ ഇന്ത്യക്ക് കഴിയുന്നു എന്നതാണ് അതിൽ പ്രധാനപ്പെട്ട സാഹചര്യം. ചെറിയ ചില കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ട്, പരുക്ക് ഏൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നതൊഴിച്ചാൽ വലിയൊരു അന്താരാഷ്ട്ര ശ്രദ്ധ നേടാൻ തക്കവണ്ണമുള്ള വലിയൊരു ആക്രമണം നടത്താൻ ഇപ്പോഴും പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള സാഹചര്യമുണ്ട്. ആ നിലയ്ക്കുള്ള പരസ്പരമുള്ള ഒരാക്രമണത്തിൻ്റെ സാഹചര്യം മുൻനിർത്തി തന്നെ വേണം തുടർന്നുള്ള ചർച്ചകളിലേക്ക് കടക്കാനെന്ന് പാകിസ്ഥാനും കരുതുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു ഡീഎസ്കലേഷൻ പാകിസ്ഥാൻ തൽക്കാലം ചെയ്യില്ല എന്ന് ആവർത്തിച്ച് പറയുന്നത്. അതുതന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യം. തുർക്കി വലിയ പിന്തുണ ഈ ഘട്ടത്തിൽ പാകിസ്ഥാന് നൽകുന്നു. ഈ ഡ്രോണുകളെല്ലാം തുർക്കി നിർമ്മിതമാണ്. തുർക്കിയിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രോണുകളിലാണ് ഈ നിരീക്ഷണം നടത്തുന്നതും ഒപ്പം തന്നെ ഇവിടേക്ക് കടന്നു കയറി ആക്രമണം നടത്തുന്നതും. ഏതാണ്ട് 500ഓളം ഡ്രോണുകളാണ് ഇന്നലെ ഈ ഘട്ടത്തിൽ ഇന്ത്യൻ അതിർത്തി കടന്നു വന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് അതിന് സമാനമായ ഒരു ഓപ്പറേഷനിലേക്ക് തന്നെയാണ് ഇന്നും പാകിസ്ഥാൻ പോകുന്നത് എന്ന് വേണം കരുതാൻ. ലിജോ, കൂടുതൽ വിവരങ്ങൾ എന്താണ് ലഭ്യമാവുന്നത്? നമ്മൾ ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇപ്പോഴും പലയിടങ്ങളിലും ഈ ഡ്രോൺ ആക്രമണം എന്നതിനപ്പുറത്തേക്ക് വലിയ തോതിലുള്ള വെടിവെപ്പ് നടക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോഴും ലഭിക്കുന്ന വിവരം. പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള വെടിവെപ്പ് നടക്കുന്നുണ്ട്. പലയിടത്തും സൈറണുകൾ മുഴങ്ങുകയും ആളുകൾ സുരക്ഷിതരായിരിക്കാനുള്ള നിർദ്ദേശം നൽകുകയും ബ്ലാക്ക് ഔട്ടിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിട്ടുണ്ട്. പലയിടത്തും വൈദ്യുതി വിച്ഛേദിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വീണ്ടും മാറിയിരിക്കുന്നു. 3-ാം ദിവസം, അതായത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ 3-ാം ദിവസമാണെന്ന്. ആദ്യഘട്ടത്തിൽ ഇവിടെ നിന്ന് പാകിസ്ഥാനിലെ ഒളിഞ്ഞിരിക്കുന്ന തീവ്രവാദ കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം ഉണ്ടായതെങ്കിൽ പിറ്റേ ദിവസം, അതായത് ഇന്നലെ രാത്രിയിൽ അത് വലിയ തോതിൽ ഒരു 8:30യോടുകൂടി തന്നെ വ്യോമാക്രമണം എന്ന നിലയിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഡ്രോണുകളും അതോടൊപ്പം തന്നെ മിസൈലുകളും വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനെ പൂർണ്ണമായും തകർത്തെറിയാനും അതിനെ മുനയൊടിക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞു. അതിന് സമാനമായി തന്നെ ഇന്നും അതേ സമയത്ത് വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഡ്രോൺ ആക്രമണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതിനെ പൂർണ്ണമായും തകർത്തെറിഞ്ഞ് അതിനെ ഒരു സുരക്ഷാ സംവിധാനം അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനം വളരെ ശക്തമാണെന്ന് ഇന്ത്യ തെളിയിക്കുകയാണ്. അതിനിടയിലും വലിയ തോതിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് വലിയ തോതിൽ വെടിവെപ്പ് പല മേഖലകളിലും നടക്കുന്നു. പലയിടത്തും വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ആക്രമണം നടക്കുന്നു എന്നുള്ളതാണ് ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ തിരിച്ചടി നടക്കുന്നു. പൂഞ്ച് സെക്ടറിൽ വലിയ തോതിലുള്ള വെടിവെപ്പ് നടക്കുന്നു ആണ് ഇപ്പോൾ വാർത്താ ഏജൻസി അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഉറി സെക്ടർ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ വെടിവെപ്പ് നടക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. ഫിറോസ്പൂരിലും അതോടൊപ്പം തന്നെ ശ്രീനഗർ അടക്കമുള്ള മേഖലകളിലും വ്യോമാക്രമണത്തിന് തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാവുകയും അതിന് സൈറൺ മുഴുകുകയും ചെയ്തിട്ടുണ്ട്. മിക്കയിടങ്ങളിലും വലിയ തരത്തിലുള്ള സ്ഫോടന ശബ്ദം കേട്ടുവെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതിന് കാരണം നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് പലയിടത്തും ഈ ഡ്രോണുകൾ നിർവീര്യമാക്കുന്നതോ അല്ലെങ്കിൽ വെടിവെച്ചിടുന്നതോ സമയത്തുണ്ടാവുന്ന ശബ്ദങ്ങളാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഈ സമാനമായ തരത്തിൽ ഇന്നലെ എന്താണോ സംഭവിച്ചത് അതിന് അതേ സമാനമായ രീതിയിലുള്ള ഒരു ആക്രമണ പരമ്പര അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. പക്ഷെ അത് പൂർണ്ണമായും നിർവീര്യമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കാണാൻ കഴിയുന്നത്. ഹർഷൻ.